ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് ഞാൻ സോയ ചങ്ക്സ് ചില്ലിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വളരെ സ്വാദിഷ്ടമായ ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം. ഞാൻ ഇപ്പോൾ സോയ 250 ml ഒരു കപ്പ് നിറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക്, പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി, 4-5 വെളുത്തുള്ളി, പിന്നെ ഒരു ക്യാരറ്റ് ഫുള്ള്, ഒരു സബോള ഫുള്ള് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. പിന്നെ അരമുറി ക്യാപ്സിക്കം. ഇത്രയും സാധനങ്ങളാണ് ഇതിനിപ്പോൾ തൽക്കാലം ആവശ്യമുള്ളത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിരുന്നത് തിളച്ച് തുടങ്ങിയപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ സോയ അതിലേക്ക് ഇട്ടൊന്ന് സോക്ക് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. ഇതിൽ കിടന്നൊന്ന് കുതിർന്ന് വന്നതിന് ശേഷം ഇത് തണുത്തതിന് ശേഷം ഇത് നന്നായി കഴുകി വെള്ളമൊക്കെ നന്നായി പിഴിഞ്ഞ് കഴുകി എടുത്തിട്ട് കാണാം. ഇതിപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കി നല്ലോണം ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. വറുക്കാനായിട്ട് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: കുറച്ച് ഉപ്പ്, കുറച്ച് മുളക് പൊടി, കുറച്ച് കൂവപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിൽ കൂവപ്പൊടി ഉള്ള കാരണം ഞാൻ അതാണ് എടുത്തിട്ടുള്ളത്. കോൺഫ്ലോർ ഉണ്ടെങ്കിൽ അതായാലും മതി. ഇനി ഇതും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് സോയയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് എടുക്കാം. നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് സോയയും കൂടി ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. ഇപ്പോൾ നന്നായി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സോയ ചേർത്ത് കൊടുക്കാം. ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ ഈർപ്പുണ്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഇതിപ്പോൾ നന്നായി യോജിപ്പിച്ച് എടുക്കണം. ഇതിപ്പോൾ നന്നായി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഗ്യാസ് കത്തിച്ച് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി എണ്ണ ചൂടായതിന് ശേഷം നമുക്കിത് കുറേശ്ശെയായിട്ട് വറുത്തെടുക്കണം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കത് ഇനി കുറേശ്ശെയായിട്ട് വറുത്ത് നന്നായി മുരിച്ച് എടുക്കണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് പരീക്ഷിച്ച് നോക്കണം. നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ് ഇത്. ഇതിപ്പോൾ നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. നല്ല നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ നമ്മൾ കപ്പലണ്ടി കഴിക്കണ പോലെ തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ്. അടുത്ത ബാച്ച് ഞാൻ അടുപ്പത്ത് ഇട്ടിട്ടുണ്ട്. ഇപ്പം എല്ലാം ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗം കൂടി എങ്ങനെ ചെയ്യാമെന്ന് നോക്കിയിട്ട് വരാം. ഇനി സോയ വറുത്തെടുത്ത അതേ ഓയിലിൽ തന്നെയാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യുന്നത്. ഒരു പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിലുള്ള പച്ചമുളക് നല്ല എരിവുള്ളത് കൊണ്ട് ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 4-5 വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞ് എണ്ണയിലിട്ട് നന്നായി മൂപ്പിച്ച് എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടിയും ചേർക്കണം. ക്യാരറ്റ് നല്ല നീളത്തിൽ, നല്ല ചെറിയതില്ല, എന്നാലും ഒരു ഇതിൽ കനത്തിലാണ് അരിഞ്ഞിട്ടുള്ളത്. അതും കൂടിയും ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കാം.
ഇത് വഴണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ഒരു മീഡിയം സൈസുള്ള സബോളയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അതും കൂടിയും ചേർത്ത് കൊടുക്കാം. ചതുര കഷ്ണങ്ങളായി അരിഞ്ഞു വെച്ച സബോളയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വഴണ്ടി വരാനായിട്ട് വേണ്ടിയിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. സോയ വറുക്കാനായിട്ട് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ അത് നോക്കണം നമ്മൾ. പിന്നെ നമ്മൾ സോയാ സോസും ചേർക്കുന്നുണ്ട്, അപ്പോൾ അതിലും ഉപ്പുണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മളിതിൽ ഉപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് വഴണ്ടി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന അരമുറി ക്യാപ്സിക്കമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം അതും കൂടി ഞാൻ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്തിട്ടുണ്ട്, പിന്നെ മുളക് പൊടിയും പിന്നെ കുരുമുളക് പൊടിയും നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം നോക്കിയിട്ട് എരിവ് നോക്കിയിട്ട് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഞാൻ മുളക് പൊടിയും കൂടി യോജിപ്പിച്ച് അതിൻ്റെ പച്ചകൊത്ത് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സോയാ സോസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ ടീസ്പൂൺ കൊണ്ട് ഒരു 1.5 ടീസ്പൂണോളം സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു കാര്യം വിട്ട് പറഞ്ഞത്, ഇതിൽ കുരുമുളക് പൊടി ഞാൻ ചേർത്തിരുന്നു, അതെടുക്കാൻ പറ്റിയില്ല. അതും കൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ടൊമാറ്റോ സോസാണ് ചേർക്കേണ്ടത്. ഒരു 3 ടീസ്പൂണോളം ഞാൻ ടൊമാറ്റോ സോസും ചേർത്തിട്ടുണ്ട്. മൂന്ന് ടീസ്പൂണ് ടൊമാറ്റോ സോസ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കുക. നമുക്കിനി നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അരമുറി ചെറുനാരങ്ങ പിഴിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് 1 ടീസ്പൂണോളം ഞാൻ കൂവപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. കൂവപ്പൊടി ലേശം വെള്ളത്തിൽ കലക്കി അതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സായി യോജിപ്പിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അതും നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒന്ന് ഡ്രൈ ആയി വരുന്ന വരെ വെയിറ്റ് ചെയ്യുക. ഇതിപ്പോൾ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിയുടെ ഇലയും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്ത് ഒരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ സ്വാദിഷ്ടമായ ഈ സോയ ചങ്ക്സ് ചില്ലി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മല്ലിയിലയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ടൊന്ന് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ വളരെ സ്വാദിഷ്ടമായ സോയ ചങ്ക്സ് ചില്ലി എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വേഗം തന്നെ വരുന്നതാണ്.
ബായ്.